ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെൽറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് മെൽറ്റ്? മെൽറ്റ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഉണ്ട്, നാക്കിൽ വെക്കുക, അലിഞ്ഞു പോകുന്നു. അപ്പം നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ വരാൻ നേരത്ത് ടാബ്ലറ്റ് കണ്ടിട്ടുണ്ട്, സിറപ്പ് കണ്ടിട്ടുണ്ട്, ക്യാപ്സൂൾ കണ്ടിട്ടുണ്ട്, പൗഡേഴ്സ് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ മെൽറ്റ് എന്ന് പറയുന്ന ഒരു മെഡിക്കേറ്റഡ് ഫോം നമ്മൾ ഇതുവരെ സാധാ മെഡിക്കൽ ഷോപ്പിൽ കണ്ടിട്ടില്ല. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയേക്കുന്ന ഒരു നാനോ ടെക്നോളജി വഴി ഇറക്കിയേക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മെൽറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ 25 വെറൈറ്റീസ് ഓഫ് മെൽറ്റ് അവൈലബിൾ ആണ്, മെഡിക്കേറ്റഡ് തന്നെ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സാധാ മെഡിസിൻസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. 500 ഒരു 700 റേഞ്ച് വരും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ, മെൽറ്റ് എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത് 30 സ്റ്റെപ്സ് കാണും. ഈ സ്റ്റെപ്സ് ജസ്റ്റ് പീൽ ചെയ്യുക, നമ്മുടെ നാക്കിലോട്ട് വെക്കുക. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ അത് മെൽറ്റായി നമുക്ക് ഫാസ്റ്റായിട്ട് റിലീഫ് കിട്ടും. ടാബ്ലറ്റ്, ക്യാപ്സ്യൂള്, പൗഡേഴ്സ് ഇതിന് മൂന്നിനും ബയോ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പക്ഷേ മെൽറ്റിനാണെങ്കിൽ ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി 100% ആണ്. ഫാസ്റ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. നമ്മൾ ടാബ്ലറ്റ് കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 30 മിനിറ്റ്സിനുള്ളിൽ ആക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ അതിനുപരി മെൽറ്റ് ആണെങ്കിൽ നമ്മൾ സലൈവയിൽ ഡയറക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ബോഡിയിൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ കിട്ടും. നമുക്ക് മെൽറ്റും ടാബ്ലറ്റും ക്യാപ്സ്യൂളും ഗമീസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉള്ളത് മെൽറ്റിനായിരിക്കും. ഗമീസിനും ടാബ്ലറ്റിനും ക്യാപ്സ്യൂളിനും ഫാസ്റ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ അല്ല. ബയോ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് മെൽറ്റിനായിരിക്കും. പ്രിസൈസ് ഡോസ് 80% ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വരുന്നത് മെൽറ്റിനായിരിക്കും. ക്യാപ്സ്യൂളിനും ഗമീസിനും ടാബ്ലറ്റ്സിനും അത്രയും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കവർ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആഡഡ് ഷുഗർ 0 ആണ്. ടാബ്ലറ്റ്സിലും ഗമീസിലും ക്യാപ്സ്യൂളിലും ആണെങ്കിൽ ആഡഡ് ഷുഗർ 20% വരെ ഉണ്ട്. നമ്മുടെ മെൽറ്റിനാകുമ്പോൾ ആഡഡ് ഷുഗർ 0 ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. എനിക്ക് ഈ മെൽറ്റ്സിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് ഫീമെയിൽസിൻ്റെ ആയാലും മെയിലിൻ്റെ ആയാലും ഒരുപാട് സെക്ഷൻസ് അവർ കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് പീരിയഡ്സ് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ പാരസെറ്റമോളും മെഫ്താൽ സ്പാസൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും. അതിന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഈ മെഫ്താൽ 500 ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ ഒരു ടാബ്ലറ്റിന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പീരിയഡ് പെയിൻ റിലീഫ് എന്ന് പറയുന്ന മെൽസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ ഡെയിലി ഒന്ന് എടുത്താൽ മതി. ആഹാരത്തിന് മുന്നേ നമ്മൾ ഏർലി മോർണിംഗ് എടുക്കണം. അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആ ഒരു പീരിയഡ് പെയിൻ റിലീഫും കിട്ടുന്നതായിരിക്കും. ദെൻ മെയിലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റർ ഹോർമോൺസിന് ഉള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതും ഫാസ്റ്റ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയിരിക്കും. പിന്നെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ മെൽറ്റിൻ്റെ തന്നെ കാം ആൻഡ് റിലാക്സേഷൻ ആണ്. ഇപ്പം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഫാർമസി പോയി അവർക്ക് മെഡിസിൻ മേടിക്കാൻ അത് കിട്ടില്ല, പ്രിസ്ക്രിപ്ഷൻ വേണം. ഫാർമസിയിൽ നിന്ന് ഒരിക്കലും മെഡിസിൻ കിട്ടത്തില്ല. ഡിപ്രഷന് വേണ്ടിയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ മെൽറ്റിനാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. ആ ഒരു മൂഡിൽ നിന്ന് പെട്ടെന്നൊരു റിലീഫ് വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങളൊന്ന് മെൽറ്റ് എടുത്ത് നോക്കൂ. പിന്നെന്താ, കാം ആൻഡ് റിലാക്സേഷൻ മാത്രമല്ല, UTI റിലീഫ്, നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, ദെൻ പിന്നെന്താ ഗട്ട് ഹെൽത്ത്, എനർജി ബൂസ്റ്റർ. എനർജി ഇല്ലാത്ത ഒരാളിന് പെട്ടെന്ന് ഫാർമസി പോയി മെഡിസിൻ കിട്ടത്തില്ല. അപ്പം അങ്ങനത്തേക്കുള്ള നമ്മുടെ ഡെയിലി നീഡ്സിനെ അവർ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മെൽറ്റ്. നിങ്ങളൊരു തവണ മെൽറ്റ് എടുത്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുവരെയും മെൽറ്റ് ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, 1mgയിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. മെൽസിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണെന്നനുസരിച്ചിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ടാബ്ലറ്റും ക്യാപ്സ്യൂൾ ഒക്കെ കഴിക്കുന്നതിന് അപേക്ഷിച്ച് സൈഡ് എഫക്റ്റേ ഇല്ലാത്ത ഒരു ടെക്നോളജിയാണ് ഇവർ ഇറക്കിയേക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു.